ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹറം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനവും ജീവിത പാഠങ്ങളും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. മുഹറം മാസം പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച മാസങ്ങളിലൊന്നാണ്. 4 മാസങ്ങളിലൊന്നാണ് മുഹറം. മുഹറം മാസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അതിനിർണായകമായ ഒരുപാട് സംഭവങ്ങൾ നടന്ന മാസം കൂടാണ്. ഒരുപക്ഷെ നമ്മളുടെ ഹിജ്രി മാസം പോലും തുടങ്ങുന്നത് മുഹറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറത്തിലാണ് ഹിജ്റ ചെയ്തത് എന്നതും കൊണ്ടും കൂടി ഉമർ റളിയല്ലാഹു അൻഹു മുഹറമത്തിനെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഹിജ്രി മാസം തുടങ്ങിയ ഒരു സംഭവവും കൂടി ഈ മാസത്തിലുണ്ട്. പക്ഷേ മുഹറം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് പോലും ജാഹിലി കാലത്തും അറബികൾ യഹൂദന്മാരും പരിഗണിച്ചിരുന്ന ആദരിച്ചിരുന്ന ഒരു മാസമായി. അതുകൊണ്ടാണ് ആ ഒരു പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹറം മാസത്തിൽ ആചരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്തിരുന്നത്. മുഹറത്തിലെ ആഷുറ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അതിലെ 10ാമത്തെ ദിവസമാണ് നോമ്പെടുത്തിരുന്നത്. അത് ജാഹിലി കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൻ ജീവിതം നോക്കുമ്പോൾ മക്കയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നു. നമുക്കറിയാം, റമദാൻ മാസം ആരംഭിക്കുന്നത് അത് മദീനയിലെ 2ാം വർഷത്തിലാണ്. ഹിജ്റ 2ാം വർഷത്തിലാണ് റമദാൻ മാസം ആരംഭിക്കുന്നത്. അതോടുകൂടി റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമായതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഷുറ എന്നത് അത് താല്പര്യമുള്ളവർക്ക് എടുക്കട്ടെ എന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതായത് സുന്നത്താക്കി മാറ്റി. മുമ്പ് അത് ഫർള് പോലെ കൊണ്ട് നടന്നിരുന്ന നോമ്പ് ഹിജ്റ 2ാം വർഷം റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാവുന്നതോടുകൂടി അത് താല്പര്യർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനൊപ്പം തന്നെയും ഈ മുഹറത്തിലെ 10ാം ദിവസം നോമ്പെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്, മുഹറത്തിലെ ഈ 10ാം ദിവസം നോമ്പെടുക്കുന്ന വർഷം മുഴുവനും അവരുടെ മുൻകാല തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കാൻ കാരണമാകുമെന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. അതായത് യുകഫിറു സനത്തൽ മാദിയ, ഈ മുഹറം മാസത്തിലെ ആഷുറ നോമ്പെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ മുഴുവൻ തെറ്റുകളും പാപങ്ങളും ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകും എന്നൊക്കെയും നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് മുഹറം മാസം അല്ലെങ്കിൽ മുഹറത്തിലെ 10ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും പ്രാമുഖ്യം നൽകിയത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നു. അതിൻ്റെ കൂടെ മറ്റൊരു വിഷയം, മദീനയിലെത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യഹൂദരുമായിട്ടുള്ള ചില ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴാണ് യഹൂദന്മാർ നോമ്പെടുക്കുന്നത് കാണുന്നത്. അതായത് നോമ്പെടുക്കുമായിരുന്നു, അവരും ആഷുറയിൽ നോമ്പെടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ആ താസുവ 9ാം ദിവസവും കൂടി ഞാൻ നോമ്പെടുക്കുമെന്ന് പറയുകയും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9ാം ദിവസവും കൂടി ഞാൻ നോമ്പെടുക്കുകയും ചെയ്യുമെന്ന് നബി പറയുകയും, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത വർഷം ആവുന്നതിന് മുമ്പ് തന്നെ വഫാത്താവുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ 10 വർഷത്തിന് ശേഷമാണല്ലോ നബി 10 വർഷം മക്കയിൽ ജീവിക്കുന്നുണ്ട്, അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നത്. അപ്പോൾ ഇതുവരെയും അവർ നോമ്പെടുക്കുന്നത് അറിയുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം വരാറുണ്ട്. അതായത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാലയളവുകളിൽ ആദ്യ വർഷങ്ങളിലെല്ലാം യഹൂദന്മാരുമായി പൊതുവെ ഒരു വിഷയങ്ങളിലൊക്കെ ഐക്യപ്പെട്ടു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. വലിയ വിഷയങ്ങളിൽ പരമാവധി അവരോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന, അവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് പോകാൻ ശ്രമിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒരുപാട് ഫത്വൽ ബാരി അടക്കമുള്ള ഇമാം ഇബ്നു ഹജറിൻ്റെ കിതാബുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് പരമാവധി അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റാത്ത, ഒന്നിച്ച് പോകുന്ന വിഷയങ്ങളുള്ള കാര്യങ്ങളിൽ ഒന്നിച്ച് പോകാൻ ശ്രമിക്കുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷേ യഹൂദന്മാർ ഏകദേശം ഒരു 4-5 വർഷത്തിന് ശേഷം പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരുപാട് ഗൂഢാലോചന നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
വധിക്കാൻ ശ്രമിക്കുകയും, നമുക്ക് സൂറ മാഇദയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെയും ഈ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മാഇദയും അഹ്സാബ് ആ ഒരു സൂറത്തുകളിലേക്ക് എത്തുമ്പോൾ നിരവധി തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുനാഫിക്കുകളുമായി ചേരുന്നുണ്ട്, അഹ്സാബ് യുദ്ധത്തിൽ മുശ്രിക്കുകളുമായി ചേരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ നിന്ന് അകലുവാനും അവരുടെ ചിട്ടകളിൽ നിന്ന് വ്യത്യസ്തരാകുവാനും സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അതായത് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും വേറൊരു സമൂഹത്തോടൊപ്പം സാദൃശ്യമായി കഴിഞ്ഞാൽ അവരിൽപ്പെട്ടവരെ പോലെയാണ്, അല്ലെങ്കിൽ അവരിൽപ്പെട്ടവരാണ് എന്ന് നബി പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ആശയമുണ്ട്, ആചാരങ്ങളുമുണ്ട് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് യഹൂദരോട് ഏതൊക്കെ തരത്തിൽ വേറിട്ട് നിൽക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ വേറിട്ട് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മീശ കട്ട് ചെയ്യുന്നതും താടി നീട്ടി വളർത്തുന്നതും ഒക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ആ യഹൂദരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ ചില അടയാളങ്ങൾ മാത്രമായിരുന്നു. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നാൽ ഇനി ഞാൻ താസ്വാൻ കൂടി എടുക്കും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്യുന്നത്. അതാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് മൂസ അലൈഹിസ്സലാം, കാരണം ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം ഈ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുമായി ചെന്നിറങ്ങിയത് മുഹറം മാസത്തിലായിരുന്നു. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ രക്ഷപ്പെടൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നബിമാരുടെ കഥകളും ഈ മുഹറവുമായി ചേർത്ത് വെച്ച് പറയുന്ന റിപ്പോർട്ടുകൾ കാണാം. എന്നിട്ടും മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷം യഹൂദരെ, ഇസ്രായേലികളെ ഫിറൗൻ്റെ ഭാഗത്തുനിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ആ നിമിഷത്തെ ഓർത്തുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം തന്നെ നോമ്പെടുക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്തുടരുകയും ചെയ്യാൻ എന്തുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അനുഭവത്തിൽ തിരഞ്ഞെടുത്തു എന്ന് ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ പണ്ഡിതന്മാരാണ് വിശദീകരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതം തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കാണാം. അത് മാത്രമല്ല, മൂസ നബി അലൈഹി ഇസ്ലാം നേരിട്ട ശത്രുക്കൾ ആരൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം വിഷയങ്ങളെ നേരിട്ടത്, ആരൊക്കെയാണ് നേരിട്ടത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അർസൽനാ മൂസ ബി ആയാതിൻ വ സുൽത്താനും മുബീൻ. മൂസ അലൈഹി ഇസ്ലാമിനെ നാം അയച്ചു നമ്മുടെ ആയത്തുകളും കൊണ്ട്, ദൃഷ്ടാന്തങ്ങളും കൊണ്ട്, വ സുൽത്താനും മുബീൻ, വളരെ വ്യക്തമായ പ്രമാണവും കൊണ്ട് നാം അയച്ചു. ആരിലേക്ക് അയച്ചു? ഇലാ ഫിറഔന വ ഹാമാന വ ഖാറൂന ഫഖാലു സിഹ്റുൻ കസ്സാബ്. അപ്പോൾ ആരിലേക്കാണ് അയച്ചത്? 3 പേരിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആഫിറിൽ പറയുന്നത് ഫിറൗനിലേക്ക് അയച്ചു, ഹാമാനിലേക്ക് അയച്ചു, അതുപോലെ തന്നെ ഖാറൂനിലേക്കുമാണ് അയച്ചത്. ഇവർ 3 പേരും പറഞ്ഞു മൂസ അലൈഹിസ്സലാം സാഹിറും, ആഭിചാരകനുമാണ്, മന്ത്രവാദിയുമാണ്, കദ്ദാബുൻ, കള്ളനുമാണ് എന്ന രീതിയിൽ 3 പേരും പറഞ്ഞു. ഈ 3 പേര് നോക്കുക, ഒന്ന് ചക്രവർത്തിയാണ്, മറ്റൊന്ന് ചക്രവർത്തിയുടെ ഉപജാപ വൃന്ദത്തിൽപ്പെട്ട മന്ത്രിയാണ്, മൂന്നാമത് നാട്ടിലെ പ്രധാന ധനികനാണ്. ഈ 3 പേരെയും, അതായത് 3 ലോകത്തേക്ക് 3 വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാം വരുന്നതായിട്ടാണ് സൂറത്തുൽ ഗാഫിറിൽ പറയുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഷിർക്കിനെ നേരിടുന്നതായി നമുക്ക് കാണാം. സാമിരിയുടെ കഥ. മൂസ അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സാമിരി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പശുക്കിടാവിനെ ഉണ്ടാക്കുന്ന സീൻ നമുക്ക് ഖുർആൻ വിശദീകരിച്ച് തരുന്നുണ്ട്. അങ്ങനെ സാമിരി, അതായത് ഒരു ആഭിചാരകനെ അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ രൂപത്തിലുള്ള സാമിരി എന്ന് പറയുന്ന ആളെയും നേരിടുന്നു. അതായത് ഷിർക്കിനെയും നേരിടുന്നു, അധികാരത്തെ നേരിടുക, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ഓരം പറ്റി നടക്കുന്ന ഉപജാപ വൃന്ദങ്ങളെ നേരിടുക, 3 അതിക്രമത്തിന് വേണ്ടി ധനം ഉപയോഗിക്കുന്ന അഹങ്കാരിയായ ധനികനെ നേരിടുക, അതുപോലെ തന്നെ ഷിർക്കിൻ്റെ പ്രധാന സിംബലായ സാമിരിയെ നേരിടുക. അങ്ങനെ വിവിധ ഇമേജുകൾ നമുക്ക് ഖുർആൻ മൂസ അലൈഹി ഇസ്ലാം ആരൊക്കെയാണ് നേരിട്ടതെന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, എന്തുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അയച്ചു എന്ന് വിശദീകരിക്കുന്ന കാണാം. സൂറത്തുൽ ഖസസിലെ 3-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. മൂസ അലൈഹി ഇസ്ലാമിനെ അയക്കാനുള്ള ഒരു പശ്ചാത്തലം പറയുന്നുണ്ട്. ഇത് ഫിർഔൻ ഭൂമിയിൽ അഹങ്കാരിയായി ചമയാൻ തുടങ്ങി. വജഅല അഹ്ലഹാ ശിയഅൻ, ആ നാട്ടിലെ ആൾക്കാരെ
ഫിറോൻ എന്താക്കി, വിവിധ ഗ്രൂപ്പുകളാക്കി മാറ്റി, അതായത് വിഭാഗങ്ങളാക്കി, അവരെ കാറ്റഗറൈസ് ചെയ്തു, വിവിധ വർഗങ്ങളാക്കി മാറ്റി. മിൻഹും, എന്നിട്ട് മറ്റൊരു വിഭാഗത്തിനെതിരെ അവർ ദുർബലരാക്കി മാറ്റി, അടിച്ചമർത്തുവാൻ അവർ ശ്രമിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു അന്ന് അവരുണ്ടായിരുന്നത്. അതുമാത്രമല്ല, യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, ഫിറോൻ ചെയ്ത അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾ ചെയ്ത 3 അതിക്രമങ്ങൾ അല്ലാഹു പറയുകയാണ്. ഒന്ന്, അയാൾ അതിക്രമികളായി മാറി, അഹങ്കാരിയായി, വലിയൊരു ഏറ്റവും ഉയർന്നവനാണ് ഞാനെന്ന ഭാവം അയാൾക്കുണ്ടാവാൻ തുടങ്ങി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ വിവിധ ജനങ്ങളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചു, അവരെ അടിച്ചമർത്തുവാൻ തുടങ്ങി, അവരുടെ ആൺമക്കളെ വധിച്ചു കളയുവാൻ തുടങ്ങി, അവരെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചു, അതായത് ബാക്കിയാക്കി, ആൺമക്കളെ ഇല്ലാതാക്കുകയും സ്ത്രീകളെ ബാക്കിയാക്കുകയും ചെയ്തു. ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ മുഫ്സിദായിരുന്നു, ഫസാദ് ചെയ്യുന്നവനായിരുന്നു. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാമിനെ അയക്കുന്നതിൻ്റെ കാരണം പറയുന്നത് വനുരീദു അൻ നമുന്ന അലൽ ലദീന ഉസ്തദഇഫൂ ഫിൽ അർദ്, നാം ഈ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവർക്ക് സ്ഥാനം നൽകുവാൻ നാം ആഗ്രഹിക്കുന്നു, അതായത് അവരെ നല്ലൊരു പദവി നൽകുവാൻ നാം ആഗ്രഹിക്കുന്നു. വനജഅലഹും അയിമ്മ, അവരെ ഇമാമുകളാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു, നാം ആക്കും അവരെ. വനജഅലഹുൽ വാരിസീൻ, ഈ ലോകത്തിൻ്റെ വാരിസുകളായി, അനന്തരാവകാശികളാക്കി നാം അവരെ മാറ്റും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാമിനെ ആ സമൂഹത്തിലേക്ക് അയക്കുവാനുള്ള കാരണമായി പറയുന്നത്. അവരടിച്ചമർത്തപ്പെട്ടതാണ്, അതുകൊണ്ട് അവരെ അതിൽ നിന്ന് വിമോചനം നേടുകയും ആ വിമോചനം നേടിയിട്ട് അവരെ സമൂഹത്തിൻ്റെ ഇനി വരുന്ന കാലങ്ങളിലേക്കുള്ള ഇമാമാക്കി മാറ്റുകയും അതിൻ്റെ ഭാഗമായി അവർക്ക് ഭൂമിയുടെ അനന്തരാവകാശികളായി അവരെ മാറ്റാനും നാം ആഗ്രഹിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതിൻ്റെ ഫലമായിട്ടാണ് മൂസാ അലൈഹി സ്വലാമിനെ അള്ളാഹു അയക്കുന്നത്. ഈ സംഭവത്തിൻ്റെ അവസാനമാണ് നമ്മൾ മുഹറം എന്ന ദിവസം ആഷുറ എന്ന് പറയുന്ന ഓർമ്മയിൽ നമ്മൾ ഓർക്കുന്നത്. ഈ അള്ളാഹുവിൻ്റെ ഈ ആഗ്രഹം മൂസാ അലൈഹി സ്വലാം അവസാനം നടപ്പിലാക്കുകയും അവരെ അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നോടുന്ന ആ ഓർമ്മയിലാണ് നമ്മൾ ആഷുറ എന്ന് പറയുന്ന നോമ്പെടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ വിഷയം മൂസാ അലൈഹി സ്വലാം, മുഹറം എന്ന ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് മൂസാ അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തെ ഒന്ന് ചെറുതായി അവലോകനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മൂസാ അലൈഹി സ്വലാം, നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഫിറൗൻ്റെ ഒരു ചരിത്രം നമ്മൾ അറിയണം. ഈ ഫറോവ രാജവംശം അവിടെ മുമ്പുണ്ടായിരുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇസ്രായേലി രാജവംശമായിരുന്നു. ഇസ്രായേലി രാജവംശം യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അന്തരഗാമികൾ അവിടെ ഭരിക്കുകയും പിന്നീട് അവിടെ കോപ്റ്റിക്ക് ദേശീയവാദം ശക്തമാവുകയും, അതായത് തിബത്തി ദേശീയവാദം ശക്തമാവുകയും അതിൻ്റെ ഫലമായി ഇസ്രായേലികളെ അവരവിടെ നിന്ന് തൂത്തെറിയുകയും എന്നിട്ട് ഈ കോപ്റ്റിക്കുകൾ ഫിറോൻ്റെ ആ രാജവംശം അവിടെ അധികാരത്തിലേറുകയും ചെയ്യുന്നതാണ് സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഫിറോൻ ആഗ്രഹിച്ചത് ഇനി ഒരാളും ആണുങ്ങളും തങ്ങളുടെ അധികാരം വീണ്ടും പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വരാൻ പാടില്ല. അതിന് ഏറ്റവും നല്ല വഴി ആണുങ്ങളെ വധിക്കുക, പെണ്ണുങ്ങളെ ബാക്കിയാക്കുക. പെണ്ണുങ്ങളെ ബാക്കിയാക്കുന്നതിലൂടെ അവിടെ തങ്ങളുടെ അടിമകളാക്കി അവരെ മാറ്റാൻ പറ്റും എന്നൊരാഗ്രഹമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആണുങ്ങളെ വധിക്കുകയും സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പരാമർശിക്കുന്നതിൻ്റെ ഉദ്ദേശം. ആ ഒരു സാഹചര്യത്തിൽ, അതായത് ആരെയാണോ വധിക്കാൻ ഉദ്ദേശിച്ചത് അയാളെ തന്നെ തൻ്റെ കുടുംബത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നു, യുവരാജാവായ ആ കുടുംബത്തിൽ വളരുന്നു. മൂസാ അലൈഹി സ്വലാം അങ്ങനെയാണല്ലോ സംഭവം. അതായത് നമുക്കൊരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിലേക്കൊക്കെ, ഇന്ത്യൻ ഈ മിത്തുകളിലേക്കൊക്കെ പോകുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഒരു കഥ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണൻ്റെ കഥ, കംസൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനേക്കാളും അപ്പുറം ഇതൊരു സംഭവമാണല്ലോ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത്. എന്നതുപോലെ ഫിറോൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ ഫിറോൻ്റെ അന്തകനായ ഒരാൾ എത്തിച്ചേരുന്ന ഒരു കഥയാണ് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കഥ. അതിനുശേഷമാണ് മൂസാ അലൈഹി ഇസ്ലാം വളരുകയും പക്ഷേ താൻ ഒരു ഇസ്രായേലിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സംഭവം ബൈബിളിലൊക്കെ വിശദീകരിച്ച് പറയുന്നത് കാണാം. അത് നൂൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ബൈബിളിൽ വിശദീകരിക്കുന്നുണ്ട്. നൂൻ പ്രവാചകൻ എന്നാണ് ബൈബിളിലും പറയുന്നത്. അദ്ദേഹമാണ് മൂസ എന്ന് പറയുന്ന മോസസിനെ താങ്കളൊരു ഇസ്രായേലി ആണെന്നും താങ്കൾക്ക് ഇന്ന ചില നിയോഗങ്ങളുണ്ട് എന്നും വിശദീകരിച്ച് കൊടുക്കുന്നതായി ബൈബിൾ പറയുന്നത്. അപ്പോഴാണ് താനൊരു കോപ്റ്റിക്കല്ല, താനൊരു ഇസ്രായേലിയാണെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നത്.
അങ്ങനെയാണ് റോഡിലേക്ക് ഇറങ്ങുന്നതും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് രണ്ടുപേർ തമ്മിൽ തല്ലുകൂടുന്ന സീൻ കാണുകയും അതൊരു കോപ്റ്റിക്കും മറ്റൊരു ഇസ്രായേലിയുമായിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളെ അടിക്കുന്നതിൻ്റെ ഇടയിൽ ആ അടി കൊണ്ട് അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഒരുപക്ഷെ ഖുർആനിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വളർച്ച വന്ന ഒരു യുവത്വമുള്ള മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥയായിട്ട് വിശദീകരിച്ച് പറയുന്നത്. അവിടെ ആ കൊന്നതിനെ അടികൊണ്ട് പോയതാണ്, ആകസ്മികമായി മരിച്ചതാണ്. എന്നാലും അതിനെ ന്യായീകരിക്കാൻ നിന്നില്ല. മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് ഹാദാ മിൻ അമലി ഷൈത്താൻ, പഠിച്ചോനെ ഇത് ഷെയ്ത്താൻ്റെ പണിയാണ്, അത് അവൻ മുകളിലാണ്, അവൻ അക്രമിയാണ്, വഴിതെറ്റിച്ചവനാണ്, അതുകൊണ്ടാണ് ചെയ്തത്, അല്ല ഞാൻ അറിഞ്ഞു കൊന്നതല്ല. അതായത് ആകസ്മികമായി സംഭവിച്ചതാണെന്ന് പറയുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന മൂസ അലൈഹി ഇസ്ലാമിനെ നമുക്ക് കാണാം. അതായത് ഒരു കുറ്റം ചെയ്താൽ അത് തൻ്റെ കയ്യിലല്ല എങ്കിൽ പോലും എന്നാലും അത് അള്ളാഹുവിനോടടുത്ത് തൗബ ചെയ്തു മടങ്ങുന്ന ചെറുപ്പക്കാരനായ മൂസയിൽ നമുക്ക് ഉദാഹരണങ്ങളുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ പിന്നൊരിക്കൽ അടി ഉണ്ടാവുകയും അത് നാട്ടുകാരറിയുകയും അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സീനും നമുക്ക് കാണാം. പക്ഷേ ആ രക്ഷപ്പെടുന്ന സീനിൽ മറ്റൊരു പാഠവും കൂടി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ തന്നെ അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാർ തന്നെ ഒരാൾ ഓടി വന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്, ഇന്നൽ മല യഅ്തമിറൂന ബിക ലിയഖ്തുലൂക, ഈ പ്രമാണിവർഗം, കൊട്ടാരത്തിലെ പ്രമാണിവർഗം നിന്നെ വധിക്കുവാൻ അവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്, ഫഖ്റുജ്, അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോവുക, പുറപ്പെട്ടു പോയിക്കൊള്ളുക എന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്. കാരണം എന്നിട്ട് പറയുന്നത് ഇന്നലക മിനൻ നാസിഹീൻ, കാരണം ഞാൻ നിനക്ക് നല്ല ഒരു ഉപദേശിയാണ് എന്ന്, ഗുണകാംക്ഷയുള്ള ഒരാളാണ് എന്ന് പറയുന്നു. അതായത് ശത്രു വൃന്ദത്തിനുള്ളിൽ തന്നെ സഹായിക്കാൻ പറ്റുന്ന സഹകാരികളെ മൂസ അലൈഹി ഇസ്ലാമിന് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. നമുക്കത് കഴിയുമോ? നമ്മളെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശത്രുവായി കാണുന്ന അല്ലെങ്കിൽ നമ്മളെ ശത്രുവായി കാണുന്ന സമൂഹത്തിനിടയിൽ പോലും ഒരു വളരെ നിർണായകമായ സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ ആളുണ്ടാകുമോ? പക്ഷെ മൂസ അലൈഹി ഇസ്ലാം ഉണ്ടായി. കാരണം ഒരുപക്ഷെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സ്വഭാവം അങ്ങനെ ഉണ്ടാക്കിയതാവാം. ഖുർആൻ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും മദായിൻ ഭാഗത്തേക്ക് യാത്രയാവുന്നു. ആ യാത്രയിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മറ്റു ചില ഉദാഹരണങ്ങൾ നമുക്ക് ഖുർആനിൽ കാണുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് ഷുഐബ് നബിയുടെ മക്കളെ കണ്ടു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ചില പണ്ഡിതന്മാർ പറയുന്നു ഷുഐബ് നബിയുടെ പെൺമക്കളല്ല, അത് വേറൊരു ആളാണ് എന്നൊക്കെ വിശദീകരണങ്ങളുണ്ട്. ആരാണെങ്കിലും പോകുന്ന വഴിയിൽ വെച്ച് ആ സ്ത്രീകളെ വെള്ളം കൊടുക്കുവാൻ സഹായിക്കുകയും ആ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി മൂസ അലൈഹി ഇസ്ലാം പറയുന്ന ഒരു പ്രാർത്ഥന, അത് വളരെ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. മൂസ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, പടച്ചവനെ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലൈക മിൻ ഖൈരിൻ ഫഖീർ, പടച്ചവനെ നീ എനിക്ക് എന്തൊക്കെ തരുന്നുണ്ടോ അതൊക്കെയും എനിക്ക് ആവശ്യമാണ്. സൂറത്തുൽ ഖസസിൽ മൂസ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. അതായത് അള്ളാഹു എന്തൊക്കെയാണ് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം എനിക്ക് ആവശ്യമാണ്, എനിക്ക് ഇന്നതൊന്നും വേണ്ടാത്തതില്ല എന്ന് പറയാൻ പാടില്ല. അതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അതായത് ഒരു വിശ്വാസിയുടെ ഒരു പ്രാർത്ഥന എന്താവണം? പടച്ചോനെ നീ എന്തൊക്കെ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നോ അതൊക്കെ എനിക്ക് തരണം, അതൊക്കെ എനിക്ക് ആവശ്യമാണ്. അതാ പറയുന്നത് ആ സ്ത്രീകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അതിലൂടെ നമ്മൾ എന്തിനാണ് മൂസ അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ പ്രാർത്ഥനകൾ ചില നിമിഷങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നത്? ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമാണ്. 136 തവണയാണ് മൂസ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചിട്ടുള്ളത്. ആദ്യ സൂറ ബഖറ മുതൽ സൂറത്തുൽ അഅല വരെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പേരുകൾ പല ഭാഗങ്ങളിലായി 136 തവണ ഖുർആൻ പരാമർശിക്കുന്നു. എന്തുകൊണ്ടാണ്? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒരുപക്ഷെ അവസാനം വരെയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമായി ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യമാണ്. ഖുർആൻ പലപ്പോഴും കാണാം അതിലൊന്ന് ആ അടിച്ച് ഇടുന്ന ഒരു സന്ദർഭമാണ്. പിന്നീട് ഞാൻ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് വെള്ളം കൊടുക്കുന്ന സന്ദർഭമാണ്. ബൈബിളിൽ ആ കഥ വിശദീകരിക്കുന്നുണ്ട്. ബൈബിൾ വിശദീകരിക്കുന്നത് പെണ്ണുങ്ങളോട് ചോദിക്കുന്ന എന്താ സംഭവം. പെണ്ണുങ്ങൾ പറയുന്നു ഇവർ ഞങ്ങൾക്ക് വെള്ളം തരാതെ അവർ ഉപദ്രവിക്കുകയാണെന്ന് പറയുന്നു, അങ്ങനെ തടയുകയാണെന്ന് പറയുന്നു. മൂസ അലൈഹി ഇസ്ലാം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അവരെ അടിച്ചോടിച്ചു എന്നാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. ഒരു പ്രകൃതക്കാരനായിരുന്നു മൂസ അലൈഹി ഇസ്ലാം. അങ്ങനെയാണ് അവർക്ക് വെള്ളം ലഭിക്കുന്നത്. പിന്നീട് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത ദേഷ്യത്തിൻ്റെ സീൻ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഫലകം, തൗറാത്ത് വാങ്ങാൻ പോവുകയും തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാമിരിയുടെ നേതൃത്വത്തിൽ പശുക്കിടാവിനെ ആരാധിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം മൂസ അലൈഹി ഇസ്ലാം ചൂടാവുന്ന ആരോടാണ്?
അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടാണ്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ താടിക്ക് കയറി പിടിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ പരാമർശപ്രകാരം ചവിട്ടി താഴെയിട്ടു എന്നാണ്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം പറയുന്നത്, എന്നെ അങ്ങനെ ഉപദ്രവിക്കല്ല എൻ്റെ സഹോദര എന്ന് തിരിച്ച് പറയുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുന്നു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ, അതായത് ചിലപ്പോൾ ഖുർആനിലെ ഈ ഖസസ്, ത്വാഹ, അറാഫ് പോലുള്ള ഭാഗങ്ങളിൽ ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അവിടെയൊക്കെ ജ്യേഷ്ഠനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോട് 3 വയസ്സ് താഴെയുള്ള ആളായിട്ടാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. ഖുർആൻ അത് വിശദീകരിക്കുന്നില്ല. അനിയൻ ഇത്രയും വളരെ ഗൗരവത്തോടെ, ദേഷ്യത്തോടെ ജ്യേഷ്ഠനോട് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഹാറൂൻ നബിയും മൂസാ നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മൂസാ നബി റസൂലാണ്, ഹാറൂൻ നബി നബിയാണ്. കാരണം എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. കാരണം മൂസ അലൈഹി ഇസ്ലാമിന് റിസാലത്ത് ലഭിച്ച ആളാണ്. ഹാറൂൻ നബി അതിൻ്റെ സഹായിയായി കൂടെ വന്ന ആളാണ്, അള്ളാഹു നിയോഗിച്ച ആളാണ്. സൂറത്ത് താഹയിൽ തന്നെ മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഹാറൂൻ അഹീ, എൻ്റെ സഹോദരനായ ഹാറൂനെയും കൂടി എനിക്ക് സഹായിയായി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി അള്ളാഹ് കൊടുക്കുന്ന ആളാണ് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റിയും സീനിയോറിറ്റിയും മൂസാ നബിക്ക് ഉള്ളത് കൊണ്ടാണ് ഖുർആൻ മൂസാ നബിയുടെ താടിക്ക് കയറി പിടിച്ചതായിട്ടും, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ ധിക്കരിക്കാൻ പാടില്ലാന്നും എൻ്റെ കൗമിനെ നോക്കണമെന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം തിരിച്ച് പറയുന്നത്, സമൂഹം ഭിന്നിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇവരെന്നെ കൊല്ലാൻ പോലും ശ്രമിച്ചു, നമുക്കെതിരെ പരിഹസിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തി എന്നതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്ന് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം മറുപടി പറയുന്നുണ്ട്. അതായത് സമൂഹം ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി ശിർക്ക് ചെയ്യുന്നത് അനുവദിച്ചു കൊടുക്കാം എന്നുള്ള അർത്ഥത്തിലല്ല, അതിരൂക്ഷമായ ഹാറൂൻ നബിയുടെ ജീവൻ പോലും അപകടമാകുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന് അനുയായികളും മറ്റുള്ള സമൂഹം തമ്മിൽ ഒരു ഇടയണ്ട എന്ന് കരുതി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാലും ഹാറൂൻ നബിയോടുള്ള മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ പ്രകൃതം ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ദേഷ്യത്തിൻ്റെ ഉദാഹരണമാണ്. മറ്റൊന്ന് സൂറത്തുൽ കഹ്ഫിൽ ഖിദ്ർ നബിയും മൂസാ നബിയും തമ്മിലുള്ള സംഭവങ്ങളാണ്. ഓരോ സംഭവങ്ങളും ഇവർ പറയുമ്പോൾ ക്ഷമകെട്ട് മൂസാ അലൈഹി ഇസ്ലാം ചോദിക്കുകയും, എന്നാൽ ഇനി ചോദിക്കാൻ പാടില്ല എന്ന് പറയും. 3 വട്ടം ചോദിച്ചു കഴിഞ്ഞ് ഇനി ഞാനും തമ്മിലുള്ള ബന്ധമില്ല എന്നും പറഞ്ഞ് ഖിദ്ർ നബി അലൈഹി ഇസ്ലാം നടന്ന സംഭവങ്ങൾക്കൊക്കെയും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ വിശദീകരിച്ച് പറയുന്ന സംഭവം സൂറ കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ മൂസാ അലൈഹി ഇസ്ലാമിനെ ഒരു ഒരു കുറഞ്ഞ ഒരാളായിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, എന്തിനാണ് ഖിദ്ർ നബിയെ, ഇവിടെ ഒരു ചോദ്യം വരുന്നത് ഖിദ്ർ നബിയാണോ എന്നുള്ളതാണ്. അതിന് ചില തഫ്സീറുകൾ പറയുന്നത് ഖിദ്ർ നബിയല്ല, വലിയാണ്. കാരണം നബി ഓൾറെഡി ഹാറൂനായിട്ട് കൂടെയുണ്ട്. മൂസാ അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഈ സബ്ർ പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം നിയോഗിച്ച ഒരാളായിട്ടാണ് പണ്ഡിതന്മാർ ഖിദ്റിനെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നബിയല്ല, ഒരു വലിയാണ് എന്ന തരത്തിലാണ് മുഫസ്സിർ വിശദീകരിക്കുന്നത്. എന്നാൽ പോലും നമ്മുടെ ചർച്ചകളിൽ ഖിദ്ർ നബി എന്നാണ് നമ്മൾ അദ്ദേഹത്തെ പരാമർശിക്കാറ്. എന്നാൽ പോലും മൂസാ നബിയുടെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സബ്ർ പഠിപ്പിക്കുവാൻ വേണ്ടി അയച്ച ഒരാളെന്ന നിലയിലാണ് ഖിദ്റിനെ ഖുർആൻ പരാമർശിക്കുന്നത്. അതുപോലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ സ്വഭാവത്തെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ള തരത്തിൽ അള്ളാഹു പ്രത്യേകം നിയോഗിച്ച ആളാണ്. ഞാൻ പറയുന്നത് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠമുണ്ട്. ഓരോ മനുഷ്യരും അവരുടെ സ്വഭാവം അത് ക്രമപ്രവൃത്തമായി ഗ്രാജുവലായി വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവത്തിനും ഒരു ട്രെയിനറിനെ ആവശ്യമുണ്ട്. ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്കും കുഴപ്പങ്ങൾ സംഭവിക്കാം, അതിൽ നമ്മൾ നന്നാക്കുവാൻ ഒരാൾ ട്രെയിനറിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. അതിനാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അള്ളാഹു അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രെയിനറിൻ്റെ രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പരിശുദ്ധ ഖുർആനും നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ മൂസാ അലൈഹി ഇസ്ലാമിന് ആരാണുള്ളത്? ഖിദ്റോ അല്ലെങ്കിൽ നബിയുടെ സഹായം, അള്ളാഹുവിൻ്റെ സഹായമോ ഉള്ളതെങ്കിൽ നമുക്ക് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഞാനിത് ചേർത്ത് പറഞ്ഞത് എങ്ങനെയാണ് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ലൈഫ് നമുക്ക് മാതൃകയാവുന്നത് അല്ലെങ്കിൽ നമുക്ക് തെളിവാവുന്നത് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മൂസാ അലൈഹി ഇസ്ലാമിനെ പിന്നീട് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനൊപ്പം നേരെ അയക്കുന്ന ഫിറൗൻ്റെ അടുത്തേക്കാണ്. നമ്മൾ ഈ സൂറത്ത് ഖസസിന്റെ കാരണം തന്നെ പറഞ്ഞല്ലോ, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ വരവിൻ്റെ കാരണം പോലും ഫിറോൻ രാജവംശത്തിൻ്റെ ഏകാധിപത്യത്തെ ഇല്ലാതാക്കുക, ഇസ്രായേലികളെ അടിമത്തത്തിൽ നിന്ന് വിമോചിക്കുക എന്നുള്ളതായിരുന്നു.
അവിടെ ഫിറോന്റെ അടുത്തേക്ക് അയക്കുമ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഇദ്ഹബാ ഇലാ ഫിറോൻ, ഫിറോന്റെ അടുത്തേക്ക് നിങ്ങൾ രണ്ടും പോവുക, എന്നിട്ട് ഫിറോനോട് മാന്യമായി പറയാനാ പറയണത്. കാരണം മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രകൃതമായത് കൊണ്ടാവാം, മാന്യമായി ലയ്യനായ മൃദുലമായ വാക്ക് പറയാനാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്, റബ്ബിശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മൾ സ്ഥിരം കേൾക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബിശ്റഹ് ലീ സ്വദ്രീ. മൂസ അലൈഹി ഇസ്ലാം ചെയ്യാൻ പോകുന്നത് ഏകാധിപതിയായ ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകളോളം അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു രാജവംശത്തിൻ്റെ ഭരണാധികാരിയുടെ മുമ്പിലേക്കാണ്. അവിടെ പോകുമ്പോൾ കുറച്ച് അയാളും അയാളുടെ കോമം കാണിക്കുന്ന അതിക്രമങ്ങളെ നേരിടാനുള്ള മാനസിക വിശാലത വേണം, നമുക്കും വേണം. നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള മാനസിക വിശാലത നമുക്കും വേണം. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് റബ്ബിശ്റഹ് ലീ സ്വദ്രീ, പടച്ചവനെ എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാക്കി തരണമേ. ഒന്ന്. രണ്ടാമത്തത് യസ്സിർ ലീ അംരീ, ഞാൻ ചെയ്യാൻ പോകുന്ന പണിയുണ്ടല്ലോ, കാര്യം, അതൊന്ന് എളുപ്പമാക്കി തരണമേ. നമ്മുടെ ദഅവത്ത് പ്രശ്നങ്ങളുണ്ടാകും, ആ പ്രശ്നങ്ങളെ നേരിടുവാൻ നമുക്ക് ഹൃദയവിശാലത വേണം, മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതുപോലെ. രണ്ട്, നമ്മുടെ പണി പടച്ചവനെ നമുക്ക് എളുപ്പമാക്കി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, മൂന്നാമത്തത് എൻ്റെ നാക്കിൻ്റെ കെട്ടഴിച്ച് തരണമേ. പറയുമ്പോൾ വിക്കി അല്ല പറയേണ്ടത്. ഒരാളോട് ഒരു വിഷയം സംസാരിക്കുമ്പോൾ അവർക്ക് വ്യക്തമാവുന്ന തരത്തിൽ യഫ്ഖഹു ഖൗലി, എൻ്റെ വാക്കുകൾ അവർ ശരിക്ക് വ്യക്തമാവുന്ന തരത്തിൽ എൻ്റെ നാക്കിൻ്റെ കെട്ടഴിച്ചു തരണേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന. നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ ആൾക്കാർക്ക് തിരിയുന്ന വട്ടത്തിലാവണം ദഅവത്ത് നടത്തേണ്ടത്. ആൾക്കാരോട് ഇസ്ലാഹ്, കമ്മ്യൂണിറ്റിയോട് ഇസ്ലാഹ് നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും രൂപത്തിലുമാവണം നമ്മൾ ഇസ്ലാഹ് നടത്തേണ്ടത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവിടെ ചെല്ലുകയും ഫിറോന്റെ മുമ്പിൽ ചെല്ലുകയും ബാക്കിയുള്ള സംഭവവികാസങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിൽ മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് അർസിൽ മഅനാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിനെ ഞങ്ങൾക്കിപ്പോൾ അയക്കട എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ലയ്യനായി പറയണമെന്ന് അള്ളാഹു പറഞ്ഞെങ്കിലും മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഭാഷാ രീതി അർസിൽ, കൽപ്പനാരൂപമാണ്, അയക്കി. അർസിൽ മഅനാ ബനി ഇസ്രായേൽ, അത്ര ഒരു ആധികാരികതയോടുകൂടി തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാം ഫിറോവിനോട് സംസാരിക്കുന്നത് പോലും. അതായത് ഒരു വിട ചാഞ്ചല്യവുമില്ലാതെ, ഭയവുമില്ലാതെ, ധൈര്യത്തോടു കൂടി ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയാനും അവകാശം നേടിയെടുക്കാനുമുള്ള മാതൃക മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു. അഫ്ളലു ജിഹാദ് ഖൗലു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് ഏതാണ്? ഖൗല് ഹഖിൻ എന്നും ചില റിപ്പോർട്ടുകളുണ്ട്, ഖൗല് അദിലിൻ എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. നീതിയുടെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ വാക്ക് ഭരണാധികാരി ഇന്ദ സുൽത്താനിൻ ജാഇർ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യത്തിൻ്റെ നീതിയുടെ വാക്ക് വിളിച്ച് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഉദാഹരണമാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ വലിയ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് അതേ ഉദാഹരണം കാണാം. നമ്രൂദിൻ്റെ നേരെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്രൂദിനെ തല നശിപ്പിക്കുക, അതായത് അഭിമാനം ഇല്ലാതാക്കുന്ന തരത്തിൽ വാദപ്രതിവാദം നടത്തുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും പറയുന്നുണ്ട്, നിന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതെന്നാണല്ലോ നിന്റെ റബ്ബ് പറയുന്നതെന്ന്. എന്നിട്ട് നമ്രൂദ് പറഞ്ഞു, എനിക്കും അറിയാം ജീവിപ്പിക്കാനും മരിപ്പിക്കാനും. ഒരാളെ പിടിച്ചിട്ട് കൊന്നുകളയുന്നു, മറ്റൊരാളെ വെറുതെ വിടുന്നു, കണ്ടില്ലേ ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു പറയുന്നു, എന്നാൽ എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുന്ന് ഉദിക്കുന്നു, നീ ഒന്ന് പടിഞ്ഞാറൊന്ന് ഉദിച്ച് കാണിപ്പിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. യുക്തിപൂർവം നമ്രൂദിനോട്, അതിക്രമിയായ ഭരണാധികാരിയോട് സത്യത്തിൻ്റെ വാക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന അത് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ്. അത് മൂസാ നബി കാണിച്ചു തന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൻ അധികാരിയുടെ മുമ്പിൽ പലവിധ ഓഫറുകൾ മുമ്പിൽ കൊണ്ടുവച്ചിട്ടും അതിനെയൊക്കെ മാറ്റിവെച്ച് എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രൻ വെച്ച് തന്നാലും ഞാൻ പിന്മാറുകയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറ കാഫിറൂനിൽ പഠിപ്പിച്ചതും അതുതന്നെയാണ്. ഒരു തരത്തിലും
ആശയത്തിൽ എൻ്റെ ദീനിൽ യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല, ഒരു മാപ്പ് സാക്ഷിത്വവുമില്ല എന്ന് പറയുന്ന വർത്തമാനമാണ് ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. അല്ലാതെ ഒരു ടോളറൻസിൻ്റെ മാപ്പ് സാക്ഷിത്വ വർത്തമാനമല്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോവാം എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് മൂസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ ഇബ്രാഹിമി പാരമ്പര്യം, നമുക്ക് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്തുടരാൻ പറയുന്ന മില്ലത്ത് ഏതാണ്? ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. ഇബ്രാഹിം വമൻ യർഗബു അൻ മില്ലത്തെ ഇബ്രാഹിമ ഫഖദ് സഫിയ നഫ്സ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വെറുക്കുന്നവൻ, അനിഷ്ടമായി കാണുന്നവൻ വിഡ്ഢിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെ, ധീരതയുടെ, സഹനത്തിൻ്റെ, സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ, വിമോചനത്തിൻ്റെ മില്ലത്താണ്. അതാണ് മൂസാ അലൈഹി സ്വലാം പിന്തുടർന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ എവിടെ ചെന്നാലും തലകുനിക്കാതെ ഭരണാധികാരിയുടെ മുമ്പിൽ നേരിട്ട് പറയാൻ അവർക്ക് ധൈര്യം ലഭിച്ചത്. ബീബി ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്നൊരു സംഭവം ഖുർആൻ ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. റുസ്തം എന്ന് പറയുന്നത് പേർഷ്യൻ സൈനാധിപതിയായ ആളാണ്. റുസ്തം ചോദിക്കുന്നുണ്ട് എന്താണ് വരാനുള്ള ഉദ്ദേശം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇബ്താസന അല്ലാഹു ലി ഇഖ്റാജി മൻ യശാ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇബ്താസന അല്ലാഹു ലി ഇഖ്റാജി മൻ യശാ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു. അടിമകളുടെ ഉടമത്തത്തിൽ നിന്ന് യഥാർത്ഥ ഉടമയുടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഒരു അധികാരിയുടെ മുമ്പിൽ ധൈര്യപൂർവ്വം പറയുന്ന വർത്തമാനമാണ്. രണ്ടാമത് മിൻ ജൗരിൽ അദിയാനി ഇല അദ്ലിൽ ഇസ്ലാം. ഈ സകലവിധ മതങ്ങളും കൂടി ഉണ്ടാക്കിയെടുക്കുന്ന അക്രമത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ്. മിൻ ദീഖി ദുനിയ ഇലാ സാഅത്തി ദുനിയ വൽ ആഖിറ. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഈ ദുനിയാവിൻ്റെ കിടുസതയിൽ നിന്ന് ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും വിശാലതയിലേക്ക് ജനങ്ങളെ നയിക്കുവാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ഒരൊട്ടും പേടിയില്ലാതെ പറയുവാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചത് ഇതേപോലുള്ള ഇബ്രാഹിമി മില്ലത്തിൻ്റെ ഉദാഹരണമാണ്, അതിൻ്റെ ഇൻസ്പിറേഷനാണ്. അത് തന്നെ നമുക്ക് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ കാണാം. അതേസമയം തന്നെ മൂസാ അലൈഹി ഇസ്ലാം തൻ്റെ കൂടെ തനിക്ക് എതിരായ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മൂസാ അലൈഹി ഇസ്ലാമിനെ കാണാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫലകവുമായി വരുന്ന സാഹചര്യത്തിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി, പശുവിനെ ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ഫലകം തന്നെ വലിച്ചെറിഞ്ഞ് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ കയറി പിടിക്കുന്ന ഒരു സന്ദർഭം. എന്നിട്ട് നാട്ടുകാരോടും ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നതൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ആൾക്കാരെയും കൂട്ടി അള്ളാഹുവിനെ കാണാൻ പോവുകയും അള്ളാഹുവിനോട് പടച്ചവനെ ചില ആൾക്കാർ വിഡ്ഢികൾ ചെയ്ത പണി കാരണം മുഴുവൻ സമൂഹത്തെ നീ ഉപദ്രവിക്കല്ലേ, നശിപ്പിക്കല്ലേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മൂസാ അലൈഹി ഇസ്ലാമിനെ നമുക്ക് കാണാം. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ കയറി പിടിച്ചതിന് ശേഷം പടച്ചവനെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നീ പുറത്തു തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അതായത് ദേഷ്യം വന്നാൽ ദേഷ്യം ക്ഷമിക്കുക, അത് ഇല്ലാതാക്കുക, എന്നിട്ട് ചെയ്ത ദേഷ്യത്തിനും കുറ്റങ്ങൾക്കും തിരിച്ച് അള്ളാഹുവിനോട് മാപ്പ് പറയുന്ന മൂസാ അലൈഹി ഇസ്ലാമിനെ നമുക്ക് ഖുർആനിൽ തന്നെ കാണാം. അതായത് തെറ്റ് സമ്മതിക്കാൻ കഴിയണം. അത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലെ പ്രധാന ഉദാഹരണമായി പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഞാനിത് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ അർസിൽ മാന ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ആ നൈൽ അവിടെ ചെങ്കടൽ ഭാഗത്തേക്ക് പോവുകയും പിന്നീട് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ഖസസിലും മറ്റു ഭാഗത്തും പറയുന്നുണ്ട്. അതായത് പുറകിൽ ഫിറൗന്റെ സൈന്യവും മുമ്പിൽ ചെങ്കടലും. ഇത് കണ്ടുകൊണ്ട് ഇസ്രായേലി സമൂഹം അവിടെ മൂസാ അലൈഹി ഇസ്ലാമിനെ പഴിക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ് ബൈബിളിൽ വിശദീകരിക്കുന്നത്. ഖുർആനിൽ പറയുന്നു ഇന്നാലെ മുദ്രക്കുൻ ഓ ഞങ്ങൾ പെട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ മൂസാ അലൈഹി ഇസ്ലാം പറയുന്നത് കല്ലാ ഇല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ പടച്ചവനുണ്ട്, അവൻ വഴി കാണിച്ചു തരും എന്നാണ് മൂസാ അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലിരുന്ന വടിയെടുത്ത് അടിക്കുവാനും അത് പിളരുന്നതും അത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതും പിന്നീട് ഫിറൗൻ അതിൽ മുങ്ങിപ്പോകുന്നതും ഒക്കെയും ഖുർആൻ പല ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ്, അതായത് ഏത് നിർണായക ഘട്ടത്തിലാണെങ്കിൽ പോലും എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടല്ലോ,
മൂസ അലൈഹി ഇസ്ലാം ജീവിതത്തിലെ പ്രധാന പാഠമായി നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴും അള്ളാഹുവിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാനു ബില്ലാ എന്നതിനേക്കാളും അപ്പുറം എൻ്റെ കൂടെ പടച്ചവനുണ്ട്, പടച്ചവൻ എന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന ബോധം നമുക്കുണ്ടാവണം. അതുമാത്രമല്ല, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കാൻ കഴിയണം, സ്ഥൈര്യം അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആനിൽ ധാരാളം ഉപയോഗിക്കുന്ന പദമാണ് സ്വബ്ർ എന്നുള്ള പദം. യുദ്ധ സാഹചര്യങ്ങൾ പോലും ഇസ്ബ്രു വ സ്വാബിറു വ റാബിത്തു എന്ന് പറയുന്നത് കാണാം. അതായത് സ്ഥൈര്യം എന്നാണ് സ്വബ്റിൻ്റെ മറ്റൊരർത്ഥം. സഹനവും ക്ഷമയും സ്ഥൈര്യവും. അതായത് ഒരു വിഷയം, ഒരു നിർണായകമായ നമുക്ക് ഭീഷണിയാവുന്ന ഒരു സാഹചര്യം മുന്നിൽ വരുമ്പോൾ അതിനെ നേരിടാനുള്ള കെൽപ്പിനെയാണ് സ്വബ്ർ എന്ന് മറ്റൊരു തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതും കൂടിയാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വിശ്വാസമാണ് എല്ലാം എന്ന ബോധം, അള്ളാഹുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക, അതിൽ ഇസ്തിഖാമത്തോടുകൂടി നിൽക്കുക, അത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഖദ് അഫ്ലഹൽ മുഫ്ലിഹൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്നത്. മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഫലാഹ് എന്ന് പറയുന്നത് ഇഹപര ലോകത്തിലുള്ള വിജയത്തിനാണ്. മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈമാൻ കയ്യിലുള്ളവർക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തഹ്നു വലാ തഹ്സനു വ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഭയക്കേണ്ട, ദുഃഖിക്കേണ്ട. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് മൂസ അലൈഹി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താം. ഒരുപക്ഷെ നമുക്കറിയാമോ, ഷഹാദത്ത് എന്ന് പറയുന്നത് ഒട്ടുമിക്ക പ്രവാചകന്മാരും ഷഹീദായവരാണ്, പലരെയും വധിച്ചളഞ്ഞവരാണ്. ഷഹാദത്ത് വിജയമാണ്. ഷഹാദത്ത് വിജയമാണ്. ഒരു പ്രവാചകരും പരാജയപ്പെട്ടിട്ടില്ല. ഷഹാദത്ത് ഒരു വിജയമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഏത് സന്ദർഭവും വിജയമായിട്ടാണ് കാണേണ്ടതെന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ശത്രുക്കൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? അവരെ എന്നെ ജയിലിൽ പിടിച്ചിട്ടാൽ അതെനിക്ക് എന്തായി മാറും? അള്ളാഹുവിനോട് തനിച്ചിരിക്കാനുള്ള വേളകളായി മാറും. എന്നെ നിങ്ങൾ നാട് കടത്തുകയാണെങ്കിൽ പടച്ചവൻ്റെ മാർഗത്തിൽ ഞാൻ യാത്ര ചെയ്യും. എന്നെ നിങ്ങൾ കൊന്നുകളയാണെങ്കിലോ ഞാൻ ഷഹീദാവും. ഒരു വിശ്വാസി ഏത് നിമിഷവും വിശ്വാസമുള്ളവനാണെങ്കിൽ അവൻ വിജയിയാണ് എന്നാണ് നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലൂടെ ഈ ഉദാഹരണങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് അതാണ്. ആ ഒരു ഓർമ്മയാണ് മുഹറം നമുക്ക് നൽകുന്നത്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മാർഗത്തിലുള്ള മുന്നോട്ട് പോക്കിൻ്റെ ഓർമ്മയാണ് മുഹറം. ആ ഓർമ്മയാണ് നമ്മളിൽ കൊണ്ട്, അതായത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകൾ പുനർജീവിപ്പിക്കുക എന്നതാണ് മുഹറത്തിലൂടെ സംഭവിക്കേണ്ടത്. നമ്മൾ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകളെ, ഈമാനിനെ, അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നവരുടെ ഈമാനിനെ നമ്മൾ ഉൾക്കൊള്ളുക. ആ ഒരു തരത്തിൽ നല്ല വിശ്വാസികളായി ഇബ്രാഹിമി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയെ പിൻപറ്റുന്നവരായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹുദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.